നമുക്കിനി റെസിസ്റ്റേഴ്സ് അതുപോലെ റിയോസ്റ്റാറ്റ് എന്നീ ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റർ എന്ന് വെച്ചാൽ they are conductors used to introduce a certain resistance in a circuit. ഓക്കെ, എന്താണ്? They are conductors used to introduce a certain resistance in a circuit. ഓക്കെ, എന്താണ്? ഉദാഹരണം പറയാം. ഒരു വഴിയുണ്ട്, ആ വഴിയിലെ കൂടി ആളുകളൊക്കെ സുഖമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനിടയിൽ ഒരു പാലം വെച്ചു എന്ന് വിചാരിക്കും. ആ വഴിയിൽ ഒരു പാലം ഘടിപ്പിച്ചു. ഓക്കെ, ഈ പാലം എന്ന് പറഞ്ഞാല് അതിൽ കുറെ കല്ലും മുള്ളും കുപ്പിച്ചില്ലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായി, ഇവരുടെ ആ സഞ്ചാരപാതയ്ക്ക് കുറച്ച് തടസ്സം വന്നു അല്ലെ. അപ്പൊ ഇവരുടെ സഞ്ചാരം എന്താവും, കുറച്ച് മെല്ലെയാകും. അപ്പൊ അതേപോലെയുള്ള ഒരു സംഭവമാണ് ഈ റെസിസ്റ്റർ എന്ന് വെച്ചാൽ. ഓക്കെ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കുന്ന, കറന്റ് പ്രവഹിക്കുന്ന ആ വസ്തുക്കളെ പറയുന്നതാണ് കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റർ എന്ന് വെച്ചാൽ കണ്ടക്ടേഴ്സ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ സർട്ടൈൻ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, എന്താണ്? കണ്ടക്ടേഴ്സ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ സർട്ടൈൻ റെസിസ്റ്റൻസ്, അതായത് ഒരു നിശ്ചിത റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സം, പ്രതിരോധം ഇൻട്രൊഡ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് ആണ് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ. ആർ കോൾഡ് റെസിസ്റ്റേഴ്സ്. മനസ്സിലായല്ലോ? ഇതിനെയാണ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ടേഴ്സ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് എ സർട്ടൈൻ റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ആർ കോൾഡ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇതിന്റെ സിമ്പൽ എന്താണ്? കണ്ടോ, ഇതാണ് സിമ്പൽ. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പൽ ഉപയോഗിക്കാം. ഇതിൽ സർക്യൂട്ടിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇതാ ഇത്തരം രൂപങ്ങളിലാണ് കേട്ടോ റെസിസ്റ്റേഴ്സ് കാണുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായല്ലോ? ഓരോ സർക്യൂട്ടിലും എത്ര കറന്റ് ഒഴുകണം എന്നതിനൊരു നമുക്ക് എന്താണ്, ഓരോ സമയത്ത് ഓരോ കറന്റ് ആയിരിക്കും നമുക്ക് ആവശ്യം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, ആ വഴിയിലെ തടസ്സത്തിൽ വ്യത്യാസം വരുത്തണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള കറന്റിന്റെ ആ ഒഴുക്കിലും വ്യത്യാസം വരുത്താം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഇതിന്റെ സിമ്പൽ പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ വരക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് 1 2 3 ഇങ്ങനെ എണ്ണുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, റെസിസ്റ്റൻസ് അളക്കുന്ന ഉപകരണം മൾട്ടിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് മൾട്ടിമീറ്റർ? ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടേഴ്സ് ഡയറക്ട്ലി. പക്ഷേ ഈ മൾട്ടിമീറ്റർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് മാത്രം അളക്കുന്നതല്ല, ഇതുപയോഗിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസും അളക്കാം, കറന്റും അളക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളക്കാം. ഓക്കെ, മൾട്ടി എന്ന് വെച്ചാൽ എന്താണ്, ഒന്നിലധികം കാര്യങ്ങൾ അളക്കാൻ കഴിയും ഇത് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇതിലെ ചിത്രമാണ് ഇവിടെ കൊടുത്തില്ല, കണ്ടോ, മൾട്ടിമീറ്ററിന്റെ ചിത്രമാണ്. അപ്പൊ ഇതില് നമുക്ക് ജസ്റ്റ് ഇത് ഈ ഡയറക്ഷനിൽ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അളക്കേണ്ടത് അല്ലെങ്കിൽ കറന്റ് ആണ് അളക്കേണ്ടത് എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ചുവന്ന ഭാഗം കൊണ്ട് ഇത് പോസിറ്റീവ് ടെർമിനലിനാണ് സൂചിപ്പിക്കുന്നത്, ഈ കറുത്തത് നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഒരു സെല്ലിന്റെ ഒക്കെ EMF മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെല്ലിന്റെ പോസിറ്റീവിലേക്ക് ഈ ചുവന്ന ഭാഗം കണക്ട് ചെയ്യാം, നെഗറ്റീവിലേക്ക് ഈ കറുത്ത ഭാഗം കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. മൾട്ടിമീറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ് എന്നാണ്. അതായത് റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി അല്ലെ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് ആദ്യം കാണണം. ഓക്കെ, അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ്, അത് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം വയർ used in the electric heater with a multimeter immediately after the heater is turned off. Measure again after it cools. എന്ന് വെച്ചാൽ എന്താണ്, ഹീറ്ററിലൊക്കെ, വീട്ടിലുള്ള വൈദ്യുത ഹീറ്റർ, ഇലക്ട്രിക് ഹീറ്ററിലൊക്കെ യഥാർത്ഥത്തിൽ നിക്രോം വയർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നിക്രോം വയർ അതിനകത്ത് ഉപയോഗിക്കുന്നു. ആ നിക്രോം വയർ ചൂട് പിടിച്ചിട്ടാണ് ആ ഹീറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ നിക്രോം വയർ പറഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് നല്ലോണം കൂടുതലാണ് നിക്രോം വയറിന്. ഓക്കെ, പ്രതിരോധം കൂടുതലാണ്. ഓക്കെ, ഇവിടെ ഇതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. ആ നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സന്ദർഭത്തിലാണ്? ഒന്ന് വെച്ചാൽ ആ ഹീറ്റർ ഓഫ് ആക്കിയ ഉടനെ, ഓക്കെ ടേൺഡ് ഓഫ് ആക്കിയ ഉടനെ തന്നെ, ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞത്, അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ എന്താണ്, ചൂടായിട്ടുള്ള അവസ്ഥയിലാണ് നിക്രോം വയർ ഉള്ളത്. ഇപ്പോൾ എത്രയാണ് ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. പിന്നെയോ
മെഷർ എഗെയിൻ ആഫ്റ്റർ ഇറ്റ് കൂൾസ്. ഓക്കെ, അത് തണുത്തതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് കിട്ടുമല്ലോ, രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഇതില് ഈ ചൂടുള്ള നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയൊരു അര വരച്ചോട്ടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷേ തണുത്തതിന് ശേഷം അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്, കുറവായിരിക്കും. ഓക്കെ, എന്താണ് ഇത് കൂടുതലായിരിക്കും. ചൂടുള്ളപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടാകുമ്പോൾ. അതേസമയം ടെമ്പറേച്ചർ കുറഞ്ഞാൽ, കൂള് ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ഇൻ വിച്ച് കേസ് ഈസ് റെസിസ്റ്റൻസ് ഹയർ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ്, ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ്, റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസും കുറയും. ഓക്കെ, ഡു എനി അതർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ്? മറ്റെന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയല്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞാൽ റെസിസ്റ്റൻസും കുറയുമെന്ന് നമ്മൾ പഠിച്ചു. മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, ഈ എക്സ്പെരിമെന്റിൽ കാണിച്ചിരിക്കുന്നുണ്ടോളൂ, ഇത് വയറാണ് അല്ലെ, ഇത് എന്തിന്റെ സിമ്പിളാണ്, ബൾബിന്റെ സിമ്പിളാണ്. ഇത് ബൾബിന്റെ സിമ്പിൾ. ഇവിടെ സീരീസ് കണക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഈ വലിയ ഭാഗം. ഓക്കെ, ചെറുത് നെഗറ്റീവ് ടെർമിനൽ. വീണ്ടും ഒരു വയർ ഉണ്ടോ, ഒരു ഫ്രീ എൻഡ് ഉണ്ട് വയറിന്, എവിടെയും ടച്ച് ചെയ്തിട്ടില്ല ഈ എൻഡ് അല്ലെ. പക്ഷെ നമുക്ക് എന്താക്കാം, ഇത് ഫ്രീ എൻഡ് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണ്ടത് വെച്ചാൽ എവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു പാത്തിലേക്ക് കൂടി എന്താണ്, കറന്റ് ഒഴുകും. ഉദാഹരണത്തിന് ഈ സംഭവം, ഓക്കെ, ഈ എൻഡ് ഞാൻ ഇവിടെ ടച്ച് ചെയ്താൽ കറന്റ് ഏത് ഒരു ഡയറക്ഷൻ ഒഴുകും, അതായത് ഏതൊരു പാത്തിലേക്കൂടെ ഒഴുകും, ഈ ഒരു പാത്തിലേക്കൂടെ ഒഴുകും അല്ലേ. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ഈ ഒരു പാത്തിലൂടെ ഒഴുകും. അതേസമയം ഞാൻ ഈ ഒരു ഫ്രീ എൻഡ് കണക്ട് ചെയ്യുന്നത് അതിന്റെ മുകളിലുള്ള ഭാഗത്താണെങ്കിലോ, ഇത് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണെങ്കിലോ, കറന്റ് ഏത് പാത്തിലേക്കൂടി ഒഴുകും, ഈ ഒരു പാത്തിലേക്കൂടി അല്ല, ഈ ഒരു പാത്തിലേക്കൂടി കറന്റ് ഒഴുകും. ഓക്കെ, മനസ്സിലായല്ലോ, വ്യത്യസ്ത പാത്തുകളാണ് ഉള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമോ. ഇവിടെ ഈ മുകളിലുള്ളത് നിക്രോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനിത് മുൻകൂട്ടി എഴുതി എന്നേ ഉള്ളൂ. നിക്രോമാണ്. ഇതിന് അടിയിലുള്ളത് നിക്രോം തന്നെയാണ്. പക്ഷേ ഈ ആദ്യത്തെ വയറിന്റെ ഡബിൾ തിക്നെസ്, ട്വൈസ് തിക്നെസ് ഉണ്ട് രണ്ടാമത്തതിന്റെ. ഓക്കെ, ആദ്യത്തെ വയറിന്റെ ഇരട്ടി വണ്ണം ഉണ്ട്, അല്ലെങ്കിൽ തിക്നെസ് ഉണ്ട് രണ്ടാമത്തെ വയറിന്. മൂന്നാമത്തെ വയർ എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ വയറിന്റെ അതേ ഒരു ലെങ്ത്തും അതേ ഒരു തിക്നെസ് ഒക്കെയാണ്. പക്ഷേ ഇത് കോപ്പർ ആണ്, നിക്രോം അല്ല, ഇത് കോപ്പർ ആണ്. ഓക്കെ, ഇത് രണ്ട് നിക്രോം ആയിരുന്നു, മൂന്നാമത്തത് കോപ്പർ ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്താണ് അറിയേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, EF is a nichrome wire having the same length and twice the thickness of CD. ഞാനിപ്പോ പറഞ്ഞ കാര്യം എന്താ, EF എന്ന് വെച്ചാൽ രണ്ടാമത്തെ വയർ. EF is a nichrome wire തന്നെയാണ്. having the same length, ഒരേ ലെങ്ത് അല്ലേ, ആ ചിത്രത്തിൽ കണ്ടുവല്ലോ. ബട്ട് twice the thickness of CD, മറ്റേ ആദ്യത്തെ അതിന്റെ CD-യുടെ twice, ഡബിൾ തിക്നെസ് ഉണ്ട്. ആ ചിത്രം കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു. ഓക്കെ, GH എന്ന് വെച്ചാൽ, അതായത് മൂന്നാമത് കണ്ടിട്ടില്ലേ, ആ GH എന്നത് കോപ്പർ വയർ ആണ്. ഓക്കെ, ആ വസ്തു തന്നെ മാറി, കോപ്പർ ആണ്, നിക്രോം അല്ല. ഓക്കെ, ഓഫ് ദ സെയിം ലെങ്ത്, അതേ ലെങ്ത് ആണ്. ആൻഡ് ഡയമീറ്റർ ആസ് CD ആദ്യത്തതിന്റെ അതേ ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ തിക്നെസ് ആണ് അതിന്. പക്ഷെ വ്യത്യാസം എന്താണ്, അത് കോപ്പർ ആണ്, നിക്രോം അല്ല. എന്താണ് വ്യത്യാസം? ദേ ആർ സ്ക്രൂഡ് ഓൺ എ വുഡൻ ബോർഡ്, ഒരു വുഡൻ ബോർഡിൽ ഇത് സ്ക്രൂ ചെയ്തു, ഒരു പലകയിൽ ഇത് സ്ക്രൂ ചെയ്ത് വെച്ചു. M എന്ന് വെച്ചാൽ is the midpoint of the nichrome wire CD. മുകളിൽ കണ്ടിട്ടില്ലേ ഒരു CD എന്നൊരു വയർ കണ്ടിരുന്നല്ലോ നിങ്ങൾ. ഓക്കെ, ഇതിന്റെ മിഡ് പോയിന്റ്, ഇതിന് നടുവിലുള്ള പോയിന്റ് ആണ് എന്താണ്, M ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ. നടുവിലുള്ള പോയിന്റ് ആണ് M ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി പറഞ്ഞിട്ടുള്ളത് J എന്നത് ഒരു ഫ്രീ എൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. J is free end of the conductor whose other end is connected to the negative terminal of the battery as shown in figure. Okay, ജെയുടെ ഫ്രീ എൻഡ് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു പോസിറ്റീവ് ടെർമിനൽ ആണ് അല്ലേ. ഓക്കെ, അവിടെ എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്.
ഇതിൽ പറഞ്ഞ J is the free end of the conductor whose other end is connected to the negative terminal of the battery എന്നാ കൊടുത്തിട്ടില്ലേ. പക്ഷെ ഇത് നമുക്കറിയാം ഇത് നെഗറ്റീവ് ടെർമിനൽ അല്ല ബാറ്ററിയുടെ, പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് അറിയാം. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് വേണ്ടത്. ബാറ്ററിയുടെ എന്താണ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ് കേട്ടോ. പോസിറ്റീവ് ടെർമിനലായിട്ട് ജെയുടെ അതർ എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ആസ് ഷോൺ ഇൻ ഫിഗർ. ടച്ച് ദ ഫ്രീ എൻഡ് ജെ. ആ ഫ്രീ എൻഡ് ജെ എവിടെയൊക്കെ ടച്ച് ചെയ്യണം? എമ്മിൽ ടച്ച് ചെയ്യണം, ഡിയിൽ ടച്ച് ചെയ്യണം, എഫിൽ ടച്ച് ചെയ്യണം, എച്ചിൽ ടച്ച് ചെയ്യണം. വൺ ആഫ്റ്റർ ദ അതർ, ഓരോന്നോരോന്നായിട്ട് ടച്ച് ചെയ്യണം. എന്നിട്ട് ഓരോ സമയത്തും ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ആ ബൾബിന്റെ പ്രകാശത്തിലെ വ്യത്യാസം മനസ്സിലാക്കണം. അതോടൊപ്പം അമ്മീറ്റർ റീഡിങ്ങിലുള്ള വ്യത്യാസവും മനസ്സിലാക്കണം. ഈ അമ്മീറ്റർ റീഡിംഗ് പറഞ്ഞാൽ അമ്മീറ്റർ എന്തളക്കുന്ന ഉപകരണമാണ്? കറന്റ് അളക്കുന്ന ഉപകരണം. അപ്പൊ കറന്റ് കൂടുതലുണ്ടെങ്കിൽ പ്രകാശം എന്താകും? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്താകും? അതും കൂടുതലുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കാര്യത്തിനാണ് ഇവിടെ ബൾബ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് പ്രകടമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. തൽക്കാലം നമ്മൾ ഈ അമ്മീറ്റർ റീഡിങ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതായത് ഏത് സന്ദർഭത്തിലാണ് കറന്റ് കൂടുതലുള്ളത് എന്നൊക്കെ അറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അത് ടാബുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ടാബുലേറ്റ് ദ ഒബ്സർവേഷൻസ്. ദ പോയിന്റ് വേർ ദ എൻഡ് എം ടച്ചസ്. ജെ ടച്ചസ്. ജെ എന്നത് എമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഈ ജെ എന്ന എൻഡ് ടച്ച് ചെയ്തിട്ടുള്ള എമ്മിലാണെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ടച്ച് ചെയ്താൽ ഇതിന്റെ ലെങ്ത് എന്താണ്? ലെങ്ത് 20 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ടോട്ടൽ ഇവിടുന്ന് തൊട്ട് ഇത്ര വരെ 40 സെന്റിമീറ്റർ. പക്ഷെ നമ്മളിവിടെ ഇതിന്റെ പകുതിക്ക് വെച്ചതാണ് നമ്മളിവിടെ ടച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു 20 സെന്റിമീറ്റർ മാത്രമേ നമുക്ക് കണക്ഷൻ വരുന്നു അല്ലെ. എന്താ കറണ്ടിന്റെ പാത്ത് ഈ ഒരു പാത്തായി വന്നില്ലേ. ഇത് മുഴുവനായിട്ട് കറണ്ടിന് പോകേണ്ടി വരുന്നില്ല, ഇത്ര ഒരു ചെറിയ ലെങ്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. മനസ്സിലായല്ലോ. അപ്പൊ ആ സന്ദർഭത്തിൽ ഇവിടെ ടച്ച് ചെയ്ത സന്ദർഭത്തിൽ ലെങ്ത് പറഞ്ഞു 20 സെന്റിമീറ്റർ അല്ലെ, പകുതി. മെറ്റീരിയൽ എന്താണ്? നിക്രോമ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അമ്മീറ്റർ റീഡിങ് അതിന്റെ എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഈ റീഡിങ്സ് കൊടുത്തത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 50 മില്ലി ആംപിയർ ആണ് ഈ അമ്മീറ്ററിൽ കാണുന്നതെന്ന് വിചാരിക്കാം. ഈ അമ്മീറ്ററിൽ 50 മില്ലി ആംപിയർ ആണ് കാണുന്നത് വിചാരിച്ചു. ഓക്കെ, നീ കണ്ടോ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓം നിയമം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓം നിയമത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? V ഈക്വൽ ടു IR എന്നല്ലേ അതിലുള്ളത്, ഓം നിയമത്തിലുള്ളത്. V ഈക്വൽ ടു IR. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം V മാറുന്നില്ല. ഇവിടെ V മാറുന്നില്ല. എന്തുകൊണ്ട്? നോക്കിക്കോ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് V 3 വോൾട്ട്. ഇത് നമ്മൾ മാറ്റി കൊടുക്കുന്നില്ല. ഈ സർക്യൂട്ടിൽ V മാറുന്നില്ല, 3 വോൾട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വിവിധ സാഹചര്യങ്ങളിൽ കറന്റ് മാറുന്നതായിട്ട് നമുക്ക് കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നത്? കറന്റ് മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റെസിസ്റ്റൻസും മാറുന്നുണ്ട് എന്നൊരു ഐഡിയ. ഓക്കെ, റെസിസ്റ്റൻസ് മാറുന്നുണ്ട്, അപ്പൊ കറന്റ് മാറുന്നുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് V മാറാതെ കിട്ടണം. ഓക്കെ, അപ്പൊ കറന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും V മാറാതിരിക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടാണ് ഉണ്ടാവല്. ഓക്കെ, ഞാൻ അത് ഒന്നും കൂടെ നമുക്ക് പറയാം. ഓക്കെ, തൽക്കാലം ഈ കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിന് വേണ്ടി 50 മില്ലി ആംപിയർ ആണ് കറന്റ് കാണിക്കുന്നത് പറഞ്ഞു. ഇനി നമ്മൾ എമ്മിൽ ടച്ച് ചെയ്താൽ, നടുവിൽ ടച്ച് ചെയ്തിട്ട് പകരം ആ ഒരു വയറിന് എൻഡിൽ തന്നെ ടച്ച് ചെയ്തു, ഡിയിൽ തന്നെ ടച്ച് ചെയ്തു. അപ്പൊ ലെങ്ത് എത്രയാണ്? ഓക്കെ, ലെങ്ത് ഓർ തിക്നെസ് എന്നാ പറഞ്ഞത്. നമുക്ക് തൽക്കാലം ലെങ്ത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ലെങ്ത് എത്രയാണ്? 40 സെന്റിമീറ്റർ ആണല്ലേ, ഫുൾ ലെങ്ത് ആയി. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ 40 സെന്റിമീറ്ററും ട്രാവൽ ചെയ്തിട്ട് വേണം കറന്റ് ഒഴുകാൻ. അപ്പൊ കൂടുതൽ ദൂരം സഞ്ചരിക്കണ്ടേ? അപ്പൊ എന്താണ്? അവിടെ തടസ്സം കൂടുതലല്ലേ, അതായത് റെസിസ്റ്റൻസ് കൂടുതലല്ലേ. അപ്പൊ അങ്ങനെ റെസിസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ട് അതിലുള്ള കറന്റ് കുറയുന്നു. ഓക്കെ, അപ്പൊ കറന്റ് കുറയുന്നു, അതായത് അമ്മീറ്റർ റീഡിംഗ് എന്താണ്? കുറയുകയാണ് ചെയ്തത്. 50 മില്ലി ആംപിയർ ഉണ്ടായത് 25 മില്ലി ആംപിയർ ആയി. ഓക്കെ, എന്താണ്? ലെങ്ത് കൂടുതൽ. കണ്ടോ, ഇവിടെ ഇരട്ടി ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. അപ്പൊ തടസ്സം ഇരട്ടിയായതുകൊണ്ട് അതിലേക്കൂടെയുള്ള കറന്റ് കുറഞ്ഞു. ഓക്കെ, കറന്റ് പകുതിയായി. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ കണ്ടോ, എഫ്. നമ്മ മൂന്നാമത്തെ പറഞ്ഞ ഇവിടെ മൂന്നാമത്തെ സാഹചര്യം, അതായത് രണ്ടാമത്തെ വയർ അല്ലെ. ഇത് ഒന്നാമത്തെ സാഹചര്യം ഇവിടെ ടച്ച് ചെയ്യുന്നു, ഇത് രണ്ടാമത്തെ സാഹചര്യം ഇവിടെ ടച്ച് ചെയ്യുന്നു. ഇത് മൂന്നാമത്തെ സാഹചര്യം, അതായത് രണ്ടാമത്തെ വയറിന്റെ എൻഡിൽ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകത എന്താണ്? ഈ രണ്ടാമത്തെ വയറിന്റെ എൻഡിൽ ടച്ച് ചെയ്യുമ്പോൾ തിക്നെസ് ഡബിൾ ആയി.
നോക്കിക്കോളൂ. ഇതേപോലെ തന്നെ സന്ദർഭം, പക്ഷെ എന്താണ്, തിക്കറാണ്, തിക്നെസ് ഡബിൾ ആയി, ഇരട്ടിയായി, ട്വൈസ് ആയി. അപ്പോൾ എന്താണ്, കുറച്ചും കൂടെ സുഖകരമായിട്ട് അതിലെ കൂടെ കറന്റ് ഒഴുകാലോ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു ഗുഹയിലേക്കൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഗുഹയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിലെ കൂടി മണങ്ങിയിട്ട് കുറച്ച് പണിപെട്ട് അപ്പുറത്തേക്ക് കടക്കേണ്ടി വരും അല്ലെ, പ്രയാസപ്പെട്ട് കടക്കേണ്ടി വരും. അതേസമയം ഇതിന് കുറച്ചുകൂടി വലുപ്പം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി അതിലെ കൂടെ കടക്കാം അല്ലെ, അതിലെ കൂടെ കടന്നു പോകാം. അതേപോലെ തന്നെ ഇവിടെ തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു, അല്ലെങ്കിൽ ആ തടസ്സം, പ്രതിരോധം കുറഞ്ഞു. അപ്പോൾ എന്തായി, കറന്റ് കൂടി. കണ്ടോ, ഇവിടെ 25 ഉണ്ടായത് 50 മില്ലി ആംപിയർ ആയി. തടസ്സം കുറഞ്ഞു, അപ്പൊ കറന്റ് കൂടി, അതിലൂടെയുള്ള ഒഴുക്ക് കൂടി. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ഇവിടെ എന്താണ്, തിക്കർ ഡബിൾ ആയി, ട്വൈസ് ആയി, ഇരട്ടി തിക്നെസ് ആയി, അതായത് അതിന്റെ വലിപ്പം ഇരട്ടിയായി എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്തായി, തടസ്സം പകുതിയായി. തടസ്സം പകുതി ആയതുകൊണ്ട് അതിലുള്ള കറന്റ് ഇരട്ടിയായി, 50 തന്നെയായി. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കണ്ടോളൂ. മൂന്നാമത്തത് കഥ ആകെ മാറി. എന്താണ്, ഇത്ര നേരം നമ്മൾ നിക്രോം വയറിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ, ഇവിടെ കോപ്പർ ആണ്. കോപ്പറിന്റെ പ്രത്യേകത പറഞ്ഞാൽ ആ കോപ്പറിൽ തടസ്സം വളരെ കുറവാണ്. അത് ആ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ്. എന്താണ്, ആ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്നൊക്കെ പറയാറില്ലേ, അതാണ്. കോപ്പറിലെ കൂടി ഈസി ആയിട്ട് കറന്റ് ഒഴുകും. 40 സെന്റിമീറ്റർ ആണ്. ഇവിടെ കോപ്പറിലെ കൂടി ഈസി ആയിട്ട് കറന്റ് ഒഴുകുന്നു. ഓക്കെ. തടസ്സം വളരെ കുറവാണ്, ഈസി ആയിട്ട് കറന്റ് ഒഴുകുന്നു, അതായത് കറന്റ് കൂടി, കറന്റ് നല്ലോണം കൂടി. ഇവിടെയൊക്കെ മില്ലി ആംപിയർ ആയിരുന്നു കൊടുത്തിരുന്നത്, ഇവിടെ കണ്ടോ ആംപിയർ, 1.5 ആംപിയർ, നല്ലോണം കൂടി. ഞാൻ പറഞ്ഞ എക്സാമ്പിളിന് പറഞ്ഞതാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത് മനസ്സിലായി. ടെമ്പറേച്ചർ സ്വാധീനിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നിക്രോം കമ്പി ഹീറ്ററിലെ അതിന്റെ ചൂടാക്കിയ ഉടനെ എത്രയുണ്ട്, ചൂടാക്കി തണിഞ്ഞതിന് ശേഷം എത്രയാണെന്നൊക്കെ നമ്മൾ റെസിസ്റ്റൻസ് നോക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് സ്വാധീനിക്കുന്നത്, ലെങ്ത് സ്വാധീനിക്കുന്നുണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കിയുണ്ടോ. ലെങ്ത് കൂടിയപ്പോ എന്താണ്, റെസിസ്റ്റൻസ് കൂടി, അപ്പൊ കറന്റ് കുറഞ്ഞു. അപ്പൊ എന്താണ്, ഒന്ന് ലെങ്ത് ആണ്. പിന്നെയോ തിക്നെസ്സും സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തിക്നെസ് കൂടുമ്പോൾ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞു, അപ്പൊ കറന്റ് കൂടി. അപ്പൊ എന്താണ്, തിക്നെസ്സും അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, മെറ്റീരിയൽ ഏതാണ്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, അതും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നിക്രോം ആണോ, കോപ്പർ ആണോ, അയൺ ആണോ എന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതാ പറഞ്ഞത്, ഇൻ ഓൾ കേസസ്, ഈ കേസുകളിലൊക്കെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ചെയ്തത് എന്താണ്, അപ്ലൈഡ് അക്രോസ് ദ സർക്യൂട്ട് ഇസ് ദ സെയിം, ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമ്മുടെ ഓം നിയമം എന്താണ്, ഓംസ് ലോ എന്താണ്, V ഈക്വൽ ടു IR ആണ്. ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യം, V ഈക്വൽ ടു IR ആണ്. അപ്പൊ അമ്മീറ്റർ റീഡിംഗ് മാറി, attributed to the change in the resistance of the conductor, അതായത് is in the change in the ammeter reading attributed to the change in the resistance of the conductor എന്നാണ്. അതായത് ഇവിടെ വ്യത്യസ്ത സാഹചര്യങ്ങൾ V മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ I മാറുന്നുണ്ടെങ്കിൽ R മാറിയിട്ടുണ്ടാവുമല്ലോ. എന്താ പറഞ്ഞേ, I കൂടി ചില സാഹചര്യങ്ങളിൽ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ടാകും, എന്നാലേ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് V മാറാതിരിക്കുന്നത്. ചില സാഹചര്യങ്ങൾ I കുറയുന്നുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവിടെ റെസിസ്റ്റൻസ് കൂടി മനസ്സിലാക്കാം. ഓക്കെ. ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ അമ്മീറ്റർ റീഡിംഗ്, അല്ലെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് എന്താണ്, കറന്റ് തന്നെയാണ്. കറന്റ് ദ ലീസ്റ്റ്, ഏറ്റവും കുറവുള്ള ഏത് സാഹചര്യത്തിലാണ് കറന്റ്, റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ്. ഓക്കെ. ഇതാണ് മോർ റെസിസ്റ്റൻസ് ഉള്ള കേസിലാണ്. ഇവിടെ ഈ സിറ്റുവേഷനിൽ എന്ത് പറയാം നമുക്ക്, കറന്റ് ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ അമ്മീറ്റർ റീഡിംഗ്, അതായത് കറന്റ് ദ ലീസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഏത് സിറ്റുവേഷൻ, ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ അല്ലെ, ഈ ഡിയിൽ ടച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് ലീസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എന്താണ് കാരണം, അവിടെ മോർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കൂടുതൽ തടസ്സം, പ്രതിരോധം ഉണ്ട്. കാര്യം മനസ്സിലായല്ലോ. ലീസ്റ്റ് ആയിട്ട് കിട്ടിയത് എവിടെയാണ്, 25 മില്ലി ആംപിയർ അല്ലെ, അതായത് ഇവിടെ 40 സെന്റിമീറ്റർ ലെങ്ത് ഡി അവിടെ ടച്ച് ചെയ്തപ്പോൾ ആ ഒരു കാര്യം നിക്രോം ആണ്. എന്തുകൊണ്ടാണ്, മോർ റെസിസ്റ്റൻസ്, അവിടെ കൂടുതൽ പ്രതിരോധമുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് ആസ് ദ ലെങ്ത് ഓഫ് ദ സെയിം കണ്ടക്ടർ ഇൻക്രീസസ്, അതായത് അവിടെ ലെങ്ത് കൂടിയപ്പോ, അപ്പൊ അത്രയും ദൂരം അതിനുള്ളിൽ കൂടെ കറന്റ് ഒഴുകണമല്ലോ, ചാർജസിന് ഒഴുകണമല്ലോ. അപ്പൊ ലെങ്ത് കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസിന് എന്ത് മാറ്റം വന്നു, റെസിസ്റ്റൻസ് കൂടി. ഓക്കെ. ലെങ്ത് കൂടുമ്പോൾ ആ പ്രതിരോധം അല്ലെങ്കിൽ തടസ്സം എന്ന് പറഞ്ഞാൽ കൂടി, അത്രയും ദൂരം സഞ്ചരിക്കണമല്ലോ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ റെസിസ്റ്റൻസ് കൂടി, ഇൻക്രീസസ് എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ
റെസിസ്റ്റൻസും ഇൻക്രീസസ് എന്ന് പറയണം. ഓക്കെ, റെസിസ്റ്റൻസ് ഇൻക്രീസസ് എന്ന് എഴുതണം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുന്നത്? ആസ് ദ തിക്നെസ് ഓഫ് ദ സെയിം കണ്ടക്ടർ ഇൻക്രീസസ്. അതിന്റെ തിക്നെസ് കൂടിയപ്പോൾ, അതിന്റെ വണ്ണം കൂടിയപ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു? വണ്ണം കൂടുമ്പോൾ അതിനകത്തെ കൂടി എളുപ്പത്തിൽ സഞ്ചരിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു ഗുഹയ്ക്കുള്ളിലെ കൂടി ആൾക്കാർ പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഇവിടെ തിക്നെസ് കൂടിയപ്പോൾ, തിക്നെസ് ഇൻക്രീസ് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു, ഡിക്രീസസ് എന്ന് പറയണം. ഓക്കെ, എന്താണ് ഡിക്രീസസ് എന്ന് എഴുതണം. വിച്ച് ഹാസ് മോർ തിക് റെസിസ്റ്റൻസ്, നിക്രോം ഓർ കോപ്പർ ഹാവിംഗ് ദ സെയിം ലെങ്ത് ആൻഡ് സെയിം തിക്നെസ്. എന്താണ്, ഒരേ ലെങ്ത്തും തിക്നെസ് ഒക്കെ തന്നെയാണ്, പക്ഷെ മെറ്റീരിയൽ മാറി. ഒന്ന് നിക്രോം ആണ്, ഒന്ന് കോപ്പർ ആണ്. ഇതിലേതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോളൂ. ഇവിടെ പറഞ്ഞിട്ടുള്ള നിക്രോം, ഈ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള നിക്രോമിനും ഈ സാഹചര്യത്തിലുള്ള കോപ്പറിനും ഒരേ ലെങ്ത് ഒരേ തിക്നെസ് ഒക്കെയാണ്. പക്ഷെ കൂടുതൽ കറന്റ് കോപ്പറിലെ കൂടിയല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ എന്താ, റെസിസ്റ്റൻസ് കുറവാണ്, കറന്റ് കൂടുതലുണ്ട്. അപ്പൊ തടസ്സം കുറവല്ലേ, അതായത് റെസിസ്റ്റൻസ് കുറവല്ലേ. നമുക്കറിയാം ഏതിനാണ് കൂടുതലുള്ളത് അറിയാം, കറന്റ് കുറവുള്ളതിൽ. അതായത് ഈ നിക്രോമിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. എന്താണ് ഇത് ഉത്തരം? നിക്രോമിൽ. അതുകൊണ്ടാണ് അവിടെ കറന്റ് കുറവ്. അപ്പൊ നിക്രോം ഓർ കോപ്പർ, നിക്രോമിനാണോ കോപ്പറിനാണോ മോർ റെസിസ്റ്റൻസ് അയച്ചത്? നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, നിക്രോമിനാണ് മോർ റെസിസ്റ്റൻസ്, ഒരേ ലെങ്ത്തും ഒരേ തിക്നെസ്സും ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം? റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകുന്ന, കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് ഞാൻ പറഞ്ഞു, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം. സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് എന്താണ്? അത് കോപ്പർ ആണോ, അത് അയൺ ആണോ, അല്ലെങ്കിൽ അത് സിൽവർ ആണോ എന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ തിക്നെസ്, തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം ഓഫ് ദ കണ്ടക്ടർ. പിന്നെയോ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. As temperature increases, resistance increases. As temperature decreases, resistance decreases. It's now understood that the resistance of a conductor increases as length increases. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. And decreases as the area of cross section increases. ഓക്കെ, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ വായിച്ചു തന്നേയുള്ളൂ. ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഓൾസോ ഹാവ് ഡിഫറെന്റ് റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞു വ്യത്യസ്ത വസ്തുക്കൾക്ക് വ്യത്യസ്ത റെസിസ്റ്റൻസ് ആയിരിക്കും. നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലുമിനിയം, സിൽവർ എന്നീ മെറ്റീരിയൽ എടുത്താൽ എന്താണ് പ്രത്യേകത? സെയിം ലെങ്ത്, ഒരേ ലെങ്ത്തും ഒരേ തിക്നെസ്സും ആണ്. കാണുമ്പോൾ ഒരേപോലെയാണ് കേട്ടോ, ഒരേ ലെങ്ത്തും ഒരേ തിക്നെസ്സും ആണ്. പക്ഷെ അത് വസ്തുക്കൾ വ്യത്യസ്തമാണ്. കാണുമ്പോൾ ഒരേപോലെയാണ് ഉദ്ദേശിച്ചത്, കളർ അല്ല ഉദ്ദേശിച്ചത്, അതിന്റെ ലെങ്ത്തും തിക്നെസ്സും ഒക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് നിക്രോമിനാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നിക്രോമിന്. ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കണ്ടോ, ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് നിക്രോമിന്. പിന്നെ ടങ്സ്റ്റൺ, W എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം, ടങ്സ്റ്റൺ. പിന്നെ എന്താണ്? പിന്നെ അലുമിനിയം കേട്ടോ, പിന്നെ അലുമിനിയം ഉണ്ടോ, ഞാൻ വരച്ചിട്ടുണ്ടോ, ഉണ്ടോ, ഇങ്ങനെ പോയിട്ട് അലുമിനിയത്തിലേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ശ്രദ്ധിക്കുക. പിന്നെ അലുമിനിയം, പിന്നെ കോപ്പർ, കോപ്പറിനെ നമുക്ക് Cu എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. പിന്നെ സിൽവർ, പിന്നെ സിൽവർ, സിൽവറിനെ Ag എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞു നിക്രോമിനും ടങ്സ്റ്റണും ഒക്കെ റിലേറ്റീവ്ലി താരതമ്യേന, അതായത് താരതമ്യേന ഹൈ റെസിസ്റ്റൻസ് ആണ്. ഇതിനൊക്കെ നിക്രോമിനും ടങ്സ്റ്റണിനും ഒക്കെ. എന്നാൽ സിൽവർ ഹാസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്. ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞതാർക്കാണ്? സിൽവറിനാണ്. സിൽവർ ഹാസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സിൽവർ ഹാസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്. ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉള്ളത് സിൽവറിനാണ്. സിൽവർ എന്ന് വെച്ചാൽ വെള്ളി. ഓക്കെ, സ്വർണം, വെള്ളി എന്നൊക്കെ കേട്ടിട്ടില്ല. സിൽവർ എന്ന് വെച്ചാൽ വെള്ളി. As the length of a conductor increases without any change in its area of cross section, its resistance also increases. പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിന്റെ ആ തിക്നെസ്സിന് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. റെസിസ്റ്റൻസ് കൂടും പറഞ്ഞു അല്ലെ. A rheostat is a device that works on this principle. ഈ ഒരു പ്രിൻസിപ്പിൾ ഏതാണ്?
As the length of a conductor increases without any change in its area of cross section, its resistance also increases. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഓക്കെ, ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, while doing electric experiments in school labs, a rheostat is connected to a circuit to vary the current as needed. അതായത് നമുക്ക് കറന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് റിയോസ്റ്റാറ്റിനെ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ സിമ്പൽ കണ്ടോ, ഇതാണ് റിയോസ്റ്റാറ്റിന്റെ സിമ്പൽ. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് വരച്ചത് പോലെ തന്നെയാണ്, പക്ഷെ പ്രത്യേകത എന്താണ്, മുകളിൽ ഇങ്ങനെയും കൂടെ വരക്കണം. ഓക്കെ, ഇങ്ങനെ വരക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയും വരക്കാം. ഓക്കെ, construct a circuit connecting a rheostat as shown in figure. ചിത്രത്തിൽ കാണുന്ന പോലെ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യണം, ഉണ്ടാക്കണം എന്നാ പറഞ്ഞത്. മൂവ് ദ സ്ലൈഡിംഗ് കോണ്ടാക്ട്. എന്താണ് സ്ലൈഡിംഗ് കോണ്ടാക്ട്? എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചത് ഇതാണ്. ഈ സ്ലൈഡിംഗ് കോണ്ടാക്ട് നമുക്ക് എന്താണ്, ഇതിലെ കൂടി ഇങ്ങനെ രണ്ട് എൻഡുകളിലേക്കും നമുക്ക് എന്താ ഇങ്ങനെ നിരക്കി നീക്കാം. ഇതാണ് സ്ലൈഡിംഗ് കോണ്ടാക്ട് പറയുന്നത്. മൂവ് ദ സ്ലൈഡിംഗ് കോണ്ടാക്ട് S of the rheostat steadily and observe the change in the intensity of light of the bulb. ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, കണ്ടോ, ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഒരു ബാറ്ററിയും ഉണ്ട്. ഇവിടെ ഈ സ്ലൈഡിംഗ് കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഈ ബൾബിന്റെ ഇന്റൻസിറ്റിയിൽ എന്ത് മാറ്റമാണുള്ളതെന്ന് ശ്രദ്ധിക്കണം. നോക്കിക്കോളൂ, ഈ സ്ലൈഡിംഗ് കോണ്ടാക്ട് നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ മുഴുവൻ കമ്പിച്ചുരുളുകളാണ്. ഇങ്ങനെ എന്താണ്, ഇങ്ങനെ കുറെ ടേൺസ് ആണുള്ളത് കമ്പിയുടെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ സ്ലൈഡർ ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു പാത്തിലേക്കൂടെയും കറണ്ട് ഒഴുകുന്നത്. ഇവിടെ ചെറിയൊരു പാതയിലെ കൂടെ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇതിലെ കൂടെ കയറിയിട്ട് പിന്നെ ഇതിലെ കൂടെ ഇങ്ങനെ പോകും. ഓക്കെ, അതേസമയം നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളെങ്കിലോ, ഇങ്ങനെ ഒരു പാത്താണ് ഇവിടെ, ഇങ്ങനെ കുറേ ദൂരം ഇതിനുള്ള ഉള്ളിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് ഇതിലേക്കൂടെ ഇങ്ങനെ ഒരു പാത്തിലെ കൂടിയാണ് വൈദ്യുതി പോകുന്നത്. ഓക്കെ, അല്ലെ അങ്ങനെ ഒരു പാത്തിലെ കൂടിയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ സ്ലൈഡിംഗ് കോണ്ടാക്ട് ഇവിടെയാണ് വെച്ചിട്ടില്ലെങ്കിൽ, അറ്റത്താണ് വെച്ചിട്ടില്ലെങ്കിൽ, ഓക്കെ, ഈ വൈദ്യുതി പ്രവഹിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് പോകുന്ന എത്ര ദൂരത്തെ കൂടി അല്ലെങ്കിൽ എത്ര റെസിസ്റ്റൻസിലെ കൂടിയാണെന്ന് ശ്രദ്ധിച്ചോളൂ. പറഞ്ഞു കേട്ടോ, ഈ ഒരു വഴിയിലെ കൂടിയല്ലേ കറന്റ് പോകുന്നത്, ഇങ്ങനെ പോയിട്ട് ഇതിലെ കൂടെ പോയിട്ട് പിന്നെ എന്താ ഇതിലേക്ക് കിടക്കുന്നു. കാരണം ഇത്ര ദൂരമാണല്ലോ, അപ്പൊ കുറേ ചുരുളുകളിലെ കൂടി ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരും. അതായത് അത്രയും റെസിസ്റ്റൻസ് കൂടും, ഇത്രയും തടസ്സം കൂടിയായിരിക്കും. കണ്ടോ, ഇത്രയും സഞ്ചരിച്ചിട്ട് ഇതിലെ കൂടെ പോകുന്നു അല്ലെ. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് നല്ലോണം കൂടിയതുകൊണ്ട് ബൾബ് എന്താവും, ബൾബിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, അതേസമയം നമ്മൾ ഇവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു പാത്തിലെ കൂടെയും കറന്റ് ഒഴുകുന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിലെ കൂടെ പോയിട്ട് ചെറിയൊരു ദൂരം സഞ്ചരിച്ചിട്ട് എത്തി. അപ്പൊ ബൾബ് നല്ല ഇന്റൻസിറ്റിയിൽ പ്രകാശിക്കും. ആ സാഹചര്യത്തിൽ മനസ്സിലായല്ലോ. ഇതിന്റെ വ്യക്തമായൊരു ഡയഗ്രാം പിന്നീട് കാണിക്കുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ റിയോസ്റ്റാറ്റ് എന്ന് വെച്ചിട്ടുള്ളത് കണ്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാര്യം എഴുതാം കേട്ടോ, ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ആസ് ദ ലെങ്ത് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ്, ലെങ്ത് കൂടുമ്പോൾ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിന്റെ ആ തിക്നെസ് മാറാതെ ലെങ്ത് കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസും കൂടുന്നു. ആസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറന്റ് കുറയുന്നു. ഇതാണ് ഓംസ് ലോ. ഇത്ര എഴുതിയാൽ മതി, ഓംസ് ലോ എന്ന് വരെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഈ രണ്ടാമത് പറഞ്ഞ ഇതും എഴുതാം. ഓക്കെ, ഒന്നിക്കൽ ഇതും ലാസ്റ്റത്തും എഴുതാം, അതല്ലെങ്കിൽ രണ്ടാമത്തതും ലാസ്റ്റത്തും എഴുതാം. ലാസ്റ്റത്തെ എന്താണ് പറയുന്നത്, ദ കറന്റ് ഇൻ എ സർക്യൂട്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് യൂസിങ് എ റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ കറന്റ് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് മാറ്റിക്കൊണ്ട് എന്തുപയോഗിച്ചിട്ട്? യൂസിങ് എ റിയോസ്റ്റാറ്റ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ പറയാം? ആസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറന്റ് കുറയുന്നു. ഓംസ് ലോയുടെ അടിസ്ഥാനത്തിൽ, ഓംസ് ലോ ബ്രാക്കറ്റിൽ ഓംസ് ലോ എന്ന് കൊടുത്തു. കണ്ടോ, ഒരു നല്ലൊരു ചിത്രം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം.
ഇവിടെ എ ബി എന്ന് വെച്ചാൽ ചിത്രം കൃത്യമായിട്ട് നോക്കണം. എ ഹൈ റെസിസ്റ്റൻസ് വയർ വോണ്ട് അറൗണ്ട് എ പൈപ്പ് വിച്ച് ഈസ് ആൻ ഇൻസുലേറ്റർ. ഒരു ഇൻസുലേറ്റർ ആയ അല്ലെങ്കിൽ കറന്റ് ഫ്ലോ ചെയ്യാത്ത പൈപ്പിൽ ചുറ്റിയ ഒരു ഹൈ റെസിസ്റ്റൻസ് നല്ല പ്രതിരോധമുള്ള ഒരു വയറാണ് എ ബി. ഉണ്ടോ, എ മുതൽ ബി വരെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഡി സി എന്ന് പറഞ്ഞാൽ ഡി സി എന്ന് വെച്ചാൽ പച്ച കളറിൽ കാണുന്നത് ഒരു മെറ്റൽ റോഡാണ്. ഹാവിങ് വെരി ലോ റെസിസ്റ്റൻസ്, പ്രതിരോധം വളരെ കുറഞ്ഞൊരു മെറ്റൽ റോഡാണ് ഡി സി. ഓക്കെ, അതായത് ഇതിലെ കൂടെ എളുപ്പത്തിൽ കറന്റ് ഫ്ലോ ചെയ്യും. ഇതിനധികം ഒരു പ്രതിരോധം ഇത് ഉണ്ടാക്കുന്നില്ല. എസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡിങ് കോണ്ടാക്ട്, നേരത്തെ പറഞ്ഞ കാര്യം. ഇത് നിരക്കി നീക്കാൻ കഴിയും ഇതിലെ കൂടി. ഇനി കറന്റ് ഫ്ലോയിങ് ഫ്രം എ, ഈ എയിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറന്റ് പാസസ് ത്രൂ ദ കോയിൽ, ഈ ഒരു കോയിലേക്ക് കൂടി പാസ് ചെയ്ത് ആൻഡ് റീച്ചസ് ദ എൻഡ് സി ത്രൂ എസ്. അതായത് കറന്റ് ഈ ഒരു കോയിലേക്ക് കൂടി പാസ് ചെയ്ത് എസിലേക്ക് കൂടി, കണ്ടോ ഇവിടുന്ന് ടച്ച് വന്നു, എസിലേക്ക് കൂടി ഇതിലേക്ക് കൂടി ഒഴുകിയിട്ട് സിയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സി ത്രൂ എസ്, എസിലേക്ക് കൂടി സിയിലേക്ക് എത്തുന്നു. As the sliding contact S is moved from D to C of the metal rod, ഡിയിൽ നിന്നും സിയിലേക്ക് സ്ലൈഡിംഗ് കോണ്ടാക്ട് നീക്കുമ്പോൾ the length of the coil through which the current passes varies. ഈ ഇതിലെ കൂടി എത്ര ദൂരത്തിലേക്ക് കൂടിയാണ് കറന്റ് ഒഴുകുന്നത് എന്നതിൽ മാറ്റം വരുന്നുണ്ട് അല്ലെ. അറ്റത്തേക്ക് എത്തുമ്പോൾ കണ്ടോ ഇത്രയും ദൂരം ലെങ്ത്തിലേക്ക് കൂടി ഒഴുകണം. ആസ് എ റിസൾട്ട്, തൽഫലമായി the resistance in the circuit and hence the current can be changed as and when required. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റൻസ് മാറ്റാം, സ്വാഭാവികമായിട്ടും അതിന്റെ കറന്റും മാറുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രോബ്ലം കൂടിയാണ്. എ റിയോസ്റ്റാറ്റ് ഹാസ്, ഇതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് മതിയാക്കാം. എ റിയോസ്റ്റാറ്റ് ഹാസ് 100 ടേൺസ്, 100 ചുറ്റുകൾ ഉണ്ട് അതിൽ. ഓഫ് റെസിസ്റ്റൻസ് വയർ, ആ വയറിന്റെ 100 ചുറ്റുകൾ ഉണ്ട് ഒരു റിയോസ്റ്റാറ്റിന്. ഒരു ടേണിന്റെ, ഒരു ചുറ്റിന്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ 0.15 ഓം ആണ്. ഓക്കെ, 0.15 ഓം. Then which of the following values of resistance cannot be included in a circuit using this rheostat? ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് റെസിസ്റ്റൻസ് ആണ് ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഒരു സർക്യൂട്ടിൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ, അതിന്റെ കാരണം പറയണം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോളൂ. 100 ചുറ്റുകളുണ്ട്, ഒരു ചുറ്റിൻ്റെ 0.15 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം എത്ര റെസിസ്റ്റൻസ് നമുക്ക് അതിനെ കൊണ്ട് ഉണ്ടാക്കാം? മാക്സിമം എന്ന് വെച്ചാൽ ചുറ്റുകൾ 100 അല്ലേ, അപ്പൊ 100 മൾട്ടിപ്ലൈഡ് ബൈ, ഒരു ചുറ്റിൻ്റെത് 0.15 ആണ്. അപ്പൊ 100 മൾട്ടിപ്ലൈഡ് ബൈ 0.15 ചെയ്താൽ ഇവിടെ 2 പൂജ്യം ഉണ്ട് അല്ലെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട്. അപ്പൊ ഒരു പൂജ്യത്തിന് കണക്കായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനെ ഇപ്പുറത്തേക്ക് ഇടാം. അപ്പൊ 1.5, വീണ്ടും ഒരു പൂജ്യം ഉണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് ഈ പോയിന്റിനെ ഇപ്പുറത്തെ ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് ഇടാം. അപ്പൊ എന്തായി 15.1, അതായത് 15. അതായത് 100 മൾട്ടിപ്ലൈഡ് ബൈ 0.15 എന്ന് വെച്ചാൽ 15 ആണ്. ഓക്കെ, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പാഠത്തിന്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് ഈ ചാപ്റ്റർ കാണും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പോയിന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നൊക്കെ മനസ്സിലാവും. അപ്പൊ മാക്സിമം നമുക്ക് 15 ഓം ആണ് ആക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള 4ഉം 15നേക്കാളും ചെറുതല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് എല്ലാ വാല്യൂസും നമുക്ക് ഏത് റെസിസ്റ്റൻസ് വാല്യൂസും ഉണ്ടാക്കാൻ കഴിയില്ല, ഉൾപ്പെടുത്താൻ കഴിയില്ല. നോക്കിക്കോളൂ, ഇവിടെ ടച്ച് ചെയ്യുക സ്ലൈഡർ അല്ലെ. അപ്പോൾ എന്ത് ചെയ്യും? ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഇതിലേക്കൂടെ കറന്റ് പോകുന്നു. അപ്പൊ ഇതിനുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. കണ്ടോ, ഇത് ഏകദേശം ഈ ഒരു ചുറ്റിന്റെ ലെങ്ത് ആണല്ലോ അല്ലെ. ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു ചുറ്റിന്റെ ലെങ്ത് ആണുള്ളത്, ഒരു ടേണിന്റെ ലെങ്ത്. കണ്ടോ, ഒരു ടേണിന്റെ ലെങ്ത് ആണുള്ളത്. കണ്ടോ, ഇവിടെ തൊട്ട് ഇത്ര വരെ ഉണ്ട്, പിന്നെ ഇത്രയുണ്ട്. ഇനി ഇവിടെയാണ് ടച്ച് ചെയ്യുന്നെങ്കിലോ എത്ര ചുറ്റിന്റെ ലെങ്ത്തിലേക്കൂടെ കറന്റ് പോകുന്നത്? കണ്ടോ, ഇവിടെ ഒരു ചുറ്റിന്റെ ലെങ്ത് വന്നു, പിന്നെയോ ഒരു ചുറ്റ് ഇതിനടിയിലേക്കൂടെ പോയിട്ട് ഇവിടെ കണ്ടോ 2 ചുറ്റിന്റെ ലെങ്ത്. ഇവിടെയാണ് ടച്ച് ചെയ്യുന്നെങ്കിലോ 2 ചുറ്റും ഓൾറെഡി ആയി, പിന്നെ ഇവിടെ വീണ്ടും അപ്പുറത്തേക്കൂടെ പോകുന്നുണ്ട് ഒരു ചുറ്റ്, ഇവിടെ വന്നു 3 ചുറ്റിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ
ഈ ചുറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് മാത്രമുള്ള റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ. പകരം ഇതാ ഇതിലെ കൂടിയാണ് കറന്റ് ഒഴുകുന്നെങ്കിൽ അതിനൊരു അതിൻ്റെതായ റെസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. പക്ഷെ നമുക്ക് സ്ലൈഡർ ഇവിടെയൊന്നും വെക്കാൻ കഴിയില്ല, ഈ മുകളിൽ മാത്രമാണ് സ്ലൈഡർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ആ ഒരു ജസ്റ്റിഫൈ യുവർ ആൻസർ അല്ലേ, അതിന്റെ ആൻസർ നമുക്കൊന്ന് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ആദ്യം ഇന്ന് വായിച്ചു നോക്കാം. We cannot use a rheostat to include all the resistance values up to the maximum value in a circuit. അതായത് ഒരു സർക്യൂട്ടിൽ നമുക്കൊരു റിയോസ്റ്റാറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്തിനാണ് ഉപയോഗിക്കാൻ കഴിയില്ല പറഞ്ഞത്? ടു ഇൻക്ലൂഡ് ഓൾ ദ റെസിസ്റ്റൻസ് വാല്യൂസ്, എല്ലാ റെസിസ്റ്റൻസ് വാല്യൂ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, അപ് ടു ദ മാക്സിമം വാല്യൂ. അതായത് നമുക്കൊരു സർക്യൂട്ടിൽ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്തിനാണ്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സർക്യൂട്ടിൽ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് മാക്സിമം വാല്യൂ വരെയുള്ള എല്ലാ റെസിസ്റ്റൻസ് വാല്യൂസും ഉൾപ്പെടുത്താൻ കഴിയില്ല. ബട്ട് ഓൺലി ദ വാല്യൂസ് which are integral multiples of the single turns resistance can be included in a circuit എന്നാ പറഞ്ഞത്. അതായത് ഒരു ടേണിന്, ഒരു ചുറ്റിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയ വാല്യൂസ് എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യാ ഗുണിതങ്ങൾ അല്ലേ. അതായത് 1 multiplied by ഒരു ചുറ്റിന്റെ റെസിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 0.15. അതായത് 1 multiplied by 0.15. ഓക്കെ, ഇതൊരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണല്ലേ. പിന്നെയോ ഒരു ചുറ്റിന്റെ റെസിസ്റ്റൻസ്, പിന്നെ രണ്ട് ചുറ്റിന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ 2 multiplied by 0.15. അപ്പൊ ഇങ്ങനെയുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബ്രാക്കറ്റിൽ എന്താ കൊടുത്ത്? അപ് ടു ദ മാക്സിമം വാല്യൂ, അതായത് അതിനൊരു മാക്സിമം ഉണ്ടാവുമല്ലോ. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ മാക്സിമം എത്ര? 15 ഓം ആണെന്ന് പറഞ്ഞല്ലോ. ആ മാക്സിമം വരെയുള്ള ഇത്തരം വാല്യൂസ് ആണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. നിങ്ങൾ ഈ ഉത്തരം നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതി കൊടുത്താൽ മതി. കാര്യം ഇതാവണമെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നും ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ 3യെ നമ്മുടെ ഒരു ചുറ്റിന്റെ എത്രയാണ്? 0.15 ആണ്. അപ്പൊ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 divided by 0.15 ചെയ്യാം. അപ്പൊ ഈ പോയിന്റ് കളയാൻ വേണ്ടി എനിക്ക് അടിയിൽ എന്താക്കാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ, ഇവിടെ 2 പോയിന്റ് ആയിട്ട് 2 സംഖ്യയല്ലേ ഉള്ളത്. ഇപ്പൊ 2 പൂജ്യമുള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഈ പോയിന്റ് മാറി കിട്ടി, 15 ആയി. ഓക്കെ, അപ്പൊ അടിയിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലും ചെയ്യണം. അപ്പൊ 3യെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 കിട്ടി. ഇനി ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാലോ. 300 divided by 15 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 20. അതായത് നമുക്കൊരു പൂർണ്ണസംഖ്യയാണ് കിട്ടിയത് 20. എന്ന് വെച്ചാല് 20 ചുറ്റുകളുടെ മുകളിൽ ആ സ്ഥലത്ത് ഈ സ്ലൈഡർ വെച്ചപ്പോൾ നമുക്ക് അത്ര ഒരു 3 ഓം എന്ന റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഇത് പോസിബിൾ ആണ്. രണ്ടാമത്തതോ 7.5. ഇപ്പൊ പറഞ്ഞൊക്കെ ചെയ്യാം. 7.5 divided by 0.15. അടിയിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15, മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു സീറോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് മാറി. അപ്പൊ 75, പിന്നെ ഒരു പൂജ്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ 75 കഴിഞ്ഞിട്ട് ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഹരിച്ചു നോക്കണം. അപ്പൊ എത്ര കിട്ടും? 50. ഇതും പൂർണ്ണസംഖ്യയാണല്ലോ. അപ്പൊ ഇതും പോസിബിൾ ആണ്. മൂന്നാമത്തെ 4 divided by 0.15 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 26.666667 എന്നൊരു ആൻസർ ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഇതൊരു പൂർണ്ണസംഖ്യ അല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് പോസിബിൾ അല്ലാത്തത്. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റത്തെ കൂടെ നോക്കണമല്ലോ. 8.25 divided by 0.15 ചെയ്താൽ അതും നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടും, ഒരു ഇൻറ്റിജർ കിട്ടും, 55. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിനി ബാക്കിയുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.